ഞാൻ ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. അദ്ദേഹത്തിന്റെ കന്നാലും വേഗം എന്നൊരു കൂട്ടായ്മ സഹായത്താലും ഇന്ന് മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. റോയ് സാറിന്റെ ഇന്നലത്തെ വർക്ക്ഷോപ്പ് ഇംഗ്ലീഷിലുള്ളതായിരുന്നു. അതിന്റെ മലയാളം ട്രാൻസ്ലേഷനാണ് ഇന്ന് നമ്മൾ മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിൽ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മെറ്റീരിയൽ വർക്ക്ഷോപ്പ് മെറ്റീരിയൽ ഉണ്ട്, അതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സ്റ്റെപ്പ് 1 മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ, അയാൾ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ സംസാരിക്കുക. അപ്പോൾ എന്റെ വാക്കുകൾ ഞാനിപ്പോ കുറച്ചു നേരത്തേക്ക് റോയ് സാറായിട്ട് മാറുകയാണ്. അപ്പോൾ എല്ലാവർക്കും മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ വർക്ക്ഷോപ്പ് എന്റെ പേര് 12 സ്റ്റെപ്പ് എക്സ്പ്രസ് എന്നാണ്. ഇതൊരു വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പിന്റെ അർത്ഥം നമ്മൾ ചില ജോലികൾ ചെയ്യാൻ പോവുകയാണെന്നാണ്. നമ്മൾ ചില വർക്കുകൾ ചെയ്യാൻ പോവുകയാണ്. ചുരുക്കത്തിൽ അടുത്ത ഏപ്രിൽ 2, 2021 വരെ ഞാൻ മദ്യം കഴിച്ചില്ല എങ്കിൽ എനിക്ക് 31 വർഷത്തെ സുബോധ ജീവിതം ഉണ്ടാകും. അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിത കഥയിലേക്ക് ഒന്ന് തിരിഞ്ഞു പോവുകയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കുടുംബത്തോടൊപ്പം വൈകുന്നേരങ്ങളിൽ അത്താഴ സമയത്തെല്ലാം വീഞ്ഞുകൾ കുടിച്ചിരുന്നു. കുടുംബത്തിലെ ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ചെറിയ തോതിൽ വീഞ്ഞോ ഷാമ്പയിനുകളെല്ലാം കഴിച്ചിരുന്നു. ചില സമയങ്ങളിൽ ലൈറ്റ് ബിയറുകൾ കുടിക്കാൻ തുടങ്ങി. എന്നാൽ 16 വയസ്സുള്ളപ്പോൾ ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ബിയർ കുടിക്കാൻ തുടങ്ങി. ആ സ്ട്രോങ് ആയിട്ടുള്ള ബിയർ മാത്രമല്ല, മറ്റ് മദ്യങ്ങളും കുടിക്കാൻ തുടങ്ങി. ചില സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചില സബ്സ്റ്റൻസസ്, അതായത് ഡ്രഗ് പോലുള്ള സബ്സ്റ്റൻസസ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ 12 വർഷം കുടിക്കേണ്ടി വന്നു. ഈ 12 വർഷങ്ങളിൽ എനിക്കുണ്ടായ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എനിക്ക് ഈ 12 വർഷങ്ങളിൽ 6-7 ജോലികൾ നഷ്ടപ്പെട്ടു. പല ബ്രേക്കപ്പുകൾ, അതായത് പ്രേമബന്ധങ്ങളൊക്കെ പൊട്ടിപ്പോയി. മരണകാരണമായേക്കാവുന്ന ഒരു മോട്ടോർ സൈക്കിൾ അപകടം ഉണ്ടായി. ഒരു പരാജയപ്പെട്ട ആത്മഹത്യാ ശ്രമം ഉണ്ടായി. നിരവധി പരാജയകരമായ ശ്രമങ്ങൾ കൂടി നിയന്ത്രിക്കാനായിട്ട് ഉണ്ടായി. ഞാൻ പലതവണ നിയന്ത്രിച്ചു കുടിക്കാമെന്ന് ശ്രമിച്ചു. പക്ഷെ ആ ശ്രമങ്ങൾ ഒന്നും തന്നെ നടന്നില്ല. എന്നാൽ എൻ്റെ 22ാമത്തെ വയസ്സിൽ എനിക്ക് AA പരിചയപ്പെടാൻ ഇടയായി. ഞാൻ ആ റൂമിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. അതുമല്ല, ഞാൻ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും എന്നേക്കാൾ പ്രായം ചെന്നവരായിരുന്നു. എനിക്കാണെങ്കിൽ 22 വയസ്സോ 6 മാസം പ്രായം. എന്നേക്കാൾ പ്രായമുള്ളവരായതുകൊണ്ട് തന്നെ അവർ പറയുന്നത് പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാൻ തയ്യാറായില്ല. അവർ അന്നേരവും പറയുന്നുണ്ട് there is a solution, അവിടെ ഒരു പരിഹാരമുണ്ട്, അല്ലെങ്കിൽ മീറ്റിംഗ് മേക്ക് ഇറ്റ് 90 days 90 മീറ്റിംഗ് ഒക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡ് ഇൻ ദ കോർണർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം അന്നും ഞാൻ കേട്ടു. പക്ഷെ അന്ന് ആ കാലത്ത് എനിക്ക് എയുടെ സഹായം എനിക്ക് കിട്ടിയില്ല. ഞാൻ പിന്നീട് വീണ്ടും കുടിയിലേക്ക് തിരിച്ചുപോയി. 1990-ൽ ഞാൻ വീണ്ടും തിരിച്ചെത്തി. അന്ന് ഒരാൾ എനിക്ക് സ്പോൺസറായി മാറി. അയാൾ എന്നോട് 12 സ്റ്റെപ്പ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. അയാൾ പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നിവയിലേക്ക് കടന്നു. 4ാമത്തെ പടിയാകട്ടെ ഞാൻ അടുത്ത കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാത്രികാലങ്ങളിൽ എഴുതി തയ്യാറാക്കി. 4 മാസം കൊണ്ട്, ചുരുങ്ങിയ കാലം കൊണ്ട് ഞാൻ പടികൾ ചെയ്തു, എന്നെ സഹായിച്ച ആ സ്പോൺസറോടൊപ്പം. അതിനുശേഷം ഞാൻ കുടിച്ചിട്ടില്ല. 1 വർഷം കഴിയുമ്പോൾ എന്നിരുന്നാൽ തന്നെയും 1 വർഷം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ തോന്നാൻ തുടങ്ങി. എനിക്ക് ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. എനിക്ക് അന്നും മദ്യം കഴിക്കുന്നില്ല എങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടിയില്ല. അന്ന് ആ കാലത്ത് ഇന്ത്യയിലായിരുന്നു ഞാൻ. ഇന്ത്യയിലെ മീറ്റിങ്ങുകളിൽ ബിഗ് ബുക്കില്ല. ഞാൻ വല്ലാതെ നിരാശനായി, സന്തോഷമില്ലാത്ത ആളായി മാറി. എന്നാൽ ആ സമയത്ത് എൻ്റെ ഒരു സഹോദരി ഒരു ബിഗ് ബുക്ക് അമേരിക്കയിൽ നിന്നും എനിക്ക് അയച്ചു തന്നു. ആ സമയത്ത് നമ്മുടെ ഭാഷയിൽ ബിഗ് ബുക്ക് ഇറങ്ങിയിട്ടില്ല. എൻ്റെ ആന്റി ആകട്ടെ ഓസ്ട്രേലിയയിലാണ്. അവർ ചില റെക്കോർഡിങ്ങുകൾ, പഴമക്കാരുടെ ഷെയറിംഗ് ഉൾപ്പെട്ട
പടികൾ ചെയ്യുന്ന ചില സ്റ്റെപ്പുകൾ എനിക്ക് അയച്ചു തന്നു. ആ പടികൾ ചെയ്യുന്നതിനെ പറ്റിയും അവരുടെ അനുഭവങ്ങളെ പറ്റിയും അതിൽ വിവരിച്ചിരുന്നു. അതെന്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചു. ഞാൻ പറയുന്ന പരിഹാരം കണ്ടെത്തി. എന്റെ ജീവിതം മാറ്റിമറിയപ്പെട്ടു. ഞാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ അടുത്ത 3-4 വർഷം കൊണ്ട് അമേരിക്കയിലേക്ക് പോയി. ഞാൻ അവിടെ ഒരു സ്കൂളിൽ പഠിക്കുകയും ഞാൻ ഡിഗ്രി എടുക്കുകയും അടുത്ത 25 വർഷം അവിടെ ഡ്രങ്കൺ ആൽക്കഹോളിക്സുമായിട്ട് പ്രവർത്തിക്കേണ്ടിയും വന്നു. കുറച്ച് വർഷം കഴിഞ്ഞ് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഒരു പാർട്ട് ടൈം ബേസിസിൽ ഞാൻ ബിസിനസ് തുടങ്ങി. ഇപ്പോൾ ഒത്തിരി മീറ്റിങ്ങിൽ പോകുന്നുണ്ട്. കാരണം സൂമിലാണ് ഇപ്പോൾ മിക്ക മീറ്റിങ്ങുകളും. കോവിഡ് കാരണം എനിക്കിപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. പണ്ട് ആഴ്ചയിൽ 2 മീറ്റിംഗ് അല്ലെങ്കിൽ ഡെയിലി ഒരു മീറ്റിംഗ് എന്നൊക്കെ തോതിലൊക്കെ ആയിരുന്നുവെങ്കിൽ 15-20 വർഷം ഞാൻ അങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഇന്ന് എല്ലാ ദിവസവും 2, 3, 4 മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 12 സ്റ്റെപ്പ് എക്സ്പ്രസിനെ പറ്റി സംസാരിക്കാം. അതിനു മുമ്പായി ഞാൻ കുറച്ച് ചരിത്രത്തിലേക്ക് കടന്നു പോകാം. തുടങ്ങിയത് 2 പേരുടെ സഹായത്താലാണ്. അവരുടെ പേരുകൾ ഇതാണ്: ബിൽ ഡബ്ല്യു, ഡോക്ടർ ബോബ് എസ്. ബിൽ ഡബ്ല്യു 1934 ഡിസംബർ 11-ാം തീയതി ന്യൂയോർക്കിലെ ചാൾസ് സ്ട്രീറ്റ് ഹൗസ് ഹോസ്പിറ്റലിൽ മദ്യാസക്തി കൊണ്ടുണ്ടാകുന്ന പ്രശ്നം മൂലം പ്രവേശിക്കപ്പെട്ടു. ഡിസംബർ 11-ാം തീയതി ബില്ല് പ്രവേശിച്ചു. 11, 12, 13 അടുത്ത 3 ദിവസങ്ങളിൽ അദ്ദേഹം ഡീടോക്സിക്കേഷൻ, അതായത് മദ്യം മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിച്ചു. 14, 15, 16 തീയതികളിൽ ഡിസംബറിൽ 1934 ബില്ലിന്റെ കൂട്ടുകാരനായ എബി ടി ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് സന്ദർശിക്കാൻ വന്നു. എബി ടി ആകട്ടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ഒരംഗമാണ്. അവിടെ നടക്കുന്ന 6 പടികളെ പറ്റി ബില്ലിനോട് സംസാരിച്ചു. ആ 3 ദിവസം കൊണ്ട് അയാൾക്ക് പരാജയം സമ്മതിച്ചു. അയാളുടെ ഇൻവെന്ററി എടുക്കാൻ തയ്യാറായി. മറ്റുള്ളവരുമായി രമ്യതയിൽ ഏർപ്പെടുക എന്ന് തയ്യാറായി. ഉയർന്ന ശക്തി അല്ലെങ്കിൽ ഹയർ പവറിനെ വിശ്വസിക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാക്കി. അത് സംഭവിച്ചതെല്ലാം 3 ദിവസം കൊണ്ടാണ്. 17 ഡിസംബറിൽ ബില്ലിന് ഒരു ആത്മീയ പ്രകാശമുണ്ടായി. ഒരു വെളിച്ചം അദ്ദേഹത്തിന്റെ മുഖത്തടിക്കുകയും അദ്ദേഹത്തിന് വൈറ്റ് ലൈറ്റ്നിങ് എന്ന് പറയുന്ന ബില്ലിന്റെ കഥയിൽ വിവരിക്കുന്ന ആ ഒരു പ്രകാശമുണ്ടായി. 18 ഡിസംബർ 1934 അയാൾ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നീട് ബിൽ കുടിച്ചിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. 3 ദിവസം അദ്ദേഹത്തിന് ഡീടോക്സിക്കേഷൻ ഉണ്ടായി. 3 ദിവസം കൊണ്ട് അയാൾ സ്റ്റെപ്പുകൾ ചെയ്തു. അടുത്ത 1 ദിവസം കൊണ്ട് അയാൾക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായി. അങ്ങനെ ബില്ലിന് 7 ദിവസം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതിനുശേഷമാണ് അയാൾ കുടിക്കാതിരുന്നത്. നമ്മൾക്ക് ഒരു പക്ഷേ കരുതാം ദൈവമാണ് ബില്ലിനെ സഹായിച്ചത്. എന്നാൽ ബിഗ് ബുക്ക് എന്താണ് പറയുന്നത്? പേജ് നമ്പർ 15 ഇങ്ങനെ പറയുന്നു. ബിഗ് ബുക്കിലെ മലയാളം ഞാനിപ്പോൾ വായിക്കുകയാണ്. ആ സമയത്ത് ഞാനത്ര സുഖകരമായ സ്ഥിതിയിലായിരുന്നില്ല. സ്വയം സഹതാപത്തിന്റെയും വെറുപ്പിന്റെയും അലകൾ എന്നെ ബാധിച്ചിരുന്നു. ഇത് ചിലപ്പോഴൊക്കെ കുടിയുടെ വക്കോളം എന്നെ എത്തിച്ചു. പക്ഷേ മറ്റെല്ലാ മാർഗങ്ങളും പരാജയപ്പെടുമ്പോൾ മറ്റൊരു മദ്യാസക്തിയുമൊത്തുള്ള പ്രവർത്തനം ആ ദിവസം എന്നെ രക്ഷിച്ചു നിർത്തുമെന്ന് വൈകാതെ ഞാൻ കണ്ടു. പലതവണ നിരാശയോടെ ഞാൻ എൻ്റെ പഴയ ആശുപത്രിയിൽ ചെന്നിട്ടുണ്ട്. അവിടെയുള്ള ഓരോ മനുഷ്യരോടും സംസാരിക്കുമ്പോൾ അത്ഭുതകരമായ നിലയിൽ ഞാൻ ഉയർത്തപ്പെടുന്നതായും സ്വന്തം കാലിൽ നിൽക്കുന്നതായും എനിക്ക് തോന്നി. കഷ്ടകാല സമയത്ത് കാര്യമായി പ്രവർത്തിക്കുന്ന ഒരു ജീവിത ശൈലിയാണത്. നോക്കൂ, ഇതാണ് ബില്ലിനെ സുബോധവനാക്കി നിർത്തിയത്. അദ്ദേഹം സ്ഥാപിച്ചതുകൊണ്ടോ അയാൾക്ക് വെള്ളി വെളിച്ചം അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ്നിങ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടോ മാത്രമല്ല അയാൾ രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തിയത്, അല്ലെങ്കിൽ അയാളെ രോഗത്തിൽ നിന്ന് സുഖപ്പെട്ടത്. ഇപ്പോഴും അയാൾ പടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജീവിത അവസാനം വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 5-6 മാസത്തിനുള്ളിൽ ബിൽ
ഒഹായോയിലേക്ക് ഒരു ബിസിനസ് ആവശ്യത്തിനായി പോയി. അയാൾക്കറിയാം അയാളുടെ ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റൊരു മദ്യാസക്തനുമായി സംസാരിക്കണമെന്ന്. അതാണ് ഡോക്ടർ ബോബിലേക്ക് എത്തിയത്. ഡോക്ടർ ബോബ് ആകട്ടെ ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അംഗമായിരുന്നു. എന്നാൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ തുടർച്ചയായ സന്ദർശനം പോലും അയാൾക്ക് കൂടി നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. ബിൽ ബോബിനെ കണ്ടപ്പോൾ ഡോക്ടർ സിൽഫ്വർത്തിന്റെ മദ്യാസക്തിയെക്കുറിച്ചുള്ള വിശദീകരണം കൊടുത്തു. അതായത് മദ്യാസക്തി ഒരു രോഗമാണ്, അതിന് ഒരു ആത്മീയ പരിഹാരമാണ് ഉള്ളത്. അതിനായി ഡോക്ടർ ബോബിനെ ബിൽ പ്രേരിപ്പിച്ചു. 1935 മദേഴ്സ് ഡേയിലാണ് ഡോക്ടർ ബോബിനെ ബിൽ കണ്ടുമുട്ടുന്നത്. 30-ാം തീയതിയാണത്. ഡോക്ടർ ബിൽ ബോബ് ആകട്ടെ ആ സമയത്ത് മുഴുവൻ സമയവും ജോലി തിരക്കിലാണ്. അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞ് വരുന്ന വൈകുന്നേരങ്ങളിൽ ബില്ലിനോടൊപ്പം ഇരുന്ന് സ്റ്റെപ്പ് വർക്ക് ചെയ്തു. 21 ദിവസം കൊണ്ടാണ് ഡോക്ടർ ബോബ് സ്റ്റെപ്പ് വർക്ക് ചെയ്തത്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അയാൾ സ്റ്റെപ്പ് വർക്ക് ചെയ്യാൻ ആദ്യമേ ഒരു നിരസ മനോഭാവം, അലസ മനോഭാവം കാണിച്ചു. അതുകൊണ്ടാണ് ഡോക്ടർ ബോബിന് മറ്റുള്ളവരുമായി രമ്യതയിൽ ഏർപ്പെടാൻ അക്കാലത്ത് സാധിച്ചില്ല. എന്താണ് സംഭവിച്ചത്? അതിന്റെ ഉത്തരം ഡോക്ടർ ബോബ് വലിയ ഒരു സ്ലിപ്പിലേക്ക് വഴുതി വീണു. നമ്മൾക്കറിയാം, അതിനുശേഷമാണ് 10 ജൂണിൽ ആണ് ബോബ് അവസാനമായി കുടിച്ചത്. എയുടെ ഫൗണ്ടേഷൻ ഡേ ആയി കണക്കാക്കുന്നത് അന്നാണ്. നോക്കൂ, ഒരു കോ ഫൗണ്ടറിന് 3 ദിവസം കൊണ്ട് ഒരാൾക്ക് സ്റ്റെപ്പുകൾ ചെയ്യാൻ കഴിഞ്ഞു. മറ്റേ കോ ഫൗണ്ടറിന് 3 ആഴ്ചയും എടുത്തു. സ്റ്റെപ്പ് ചെയ്യുന്നതിനായി ഞാൻ ന്യൂയോർക്കിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അനേകം പഴമക്കാരെ കണ്ടു. 55 വർഷം 60 വർഷം പഴക്കമുള്ളവർ. സ്റ്റെപ്പ് വർക്ക്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും എത്രയും വേഗം സ്റ്റെപ്പ് ചെയ്യുന്നതിനും അവർ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത് കണ്ടു. അതാണ് പരിഹാരമുണ്ടാക്കുന്നതെന്നും സുഖപ്പെടുത്തുന്നതെന്നും അവരെല്ലാവരോടും വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കണമെന്നും അവർ പ്രേരിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് കോവിഡ് സമയമാണ്. നോക്കൂ, നാളെ നമ്മൾ ഒരു വാർത്ത കേൾക്കുന്നു. ഇതാ, കോവിഡിന് ഒരു മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു, 3 ദിവസം കൊണ്ട് സുഖപ്പെടുമെന്ന് പറയുന്ന മരുന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് മറ്റുള്ളവരെല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ആ മരുന്ന് മതി എന്ന് പറയുമെന്ന്? അവരെല്ലാവരുടെയും ഊഴം കഴിഞ്ഞിട്ട് എനിക്കത് മതിയെന്ന്? ഇല്ല. നമ്മൾ നമ്മുടെ എഫേർട്ടിൽ ഉടനെ തന്നെ മരുന്ന് സ്വീകരിക്കാൻ തയ്യാറാകും. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള വാക്സിനേഷനൊക്കെ നമ്മൾ പോകുന്നത്. എനിക്കറിയില്ല ഇത്തരം വാർത്തകൾ എങ്ങനെയാണ് പ്രചരിപ്പിച്ചതെന്ന്. സ്റ്റെപ്പ് ഇപ്പോൾ ചെയ്യേണ്ട, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, എല്ലാം ഇപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല. ഇത്തരം റിക്കവറിയിൽ വരുമ്പോൾ എനിക്കുണ്ടായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വർക്ക്ഷോപ്പിൽ എത്തി നിൽക്കുന്നത്. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യുന്ന 1 മുതൽ 5 വരെയുള്ള സ്റ്റെപ്പുകളാണ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മളിനി വർക്ക്ഷോപ്പിലേക്ക് കിടക്കുകയാണ്. സ്റ്റെപ്പ് 1. I keep hearing in a meeting from all timers and step to take the steps, but just when are they to be done, and how do I know I am ready to do them? മീറ്റിങ്ങുകളിൽ നിന്ന്, പഴമക്കാരിൽ നിന്നും സ്പോൺസർമാരിൽ നിന്നും സ്റ്റെപ്പ് എടുക്കുന്നതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് അതിന് റെഡിയാകുന്നത്? അതിനു മുമ്പായി ഒരു കാര്യം കൂടിയാണ്, ഈ മെറ്റീരിയൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് പേഴ്സണൽ അയച്ചു തരാം. അപ്പം നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടോ എഴുതേണ്ടോ ഒന്നും കാര്യമില്ല. ആവശ്യമുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ എപ്പോഴാണ് സ്റ്റെപ്പ് 1 എടുക്കേണ്ടത്? 1 വർഷം കഴിഞ്ഞിട്ടാണോ, 90 ദിവസം കഴിഞ്ഞിട്ടാണോ, കൂടുതൽ വെയിറ്റ് ചെയ്യണമോ? ഇതിനെപ്പറ്റി പേജ് 58 പറയുന്നുണ്ട്. എനിക്കത് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയില്ല, ഞാൻ വായിക്കാം. ഇംഗ്ലീഷ് ബുക്ക് 58, പക്ഷെ നമുക്ക് മലയാളത്തിൽ 57 അതിങ്ങനെയാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ, if you have decided that you want to be how then you are ready to take certain steps.
ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകാനും നിങ്ങൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ എങ്കിൽ നിങ്ങൾ ചില നടപടികൾ എടുക്കാൻ തയ്യാറുള്ളവരാകണം. അപ്പോ നമുക്ക് അത് ലഭിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകാൻ അല്ലെങ്കിൽ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ ഈ പടികൾ ചെയ്യാൻ തയ്യാറാകണം. അപ്പോൾ എപ്പോഴാണ് എടുക്കേണ്ടത് എന്ന് അവിടെ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. ഇനി സ്റ്റെപ്പ് 2 പേജ് 47 ആസ് സൂൺ ആസ് ഉടനെ തന്നെ എന്നാണ് പറയുക. എ man can say that he does believe or is willing to believe. We emphatically assure him that he is on his way. 47-ാമത്തെ പേജ് ഞാൻ മലയാളത്തില് അത് 46 ഞാൻ എടുത്തിട്ട് വായിക്കാം. അതിങ്ങനെയാണ് പറയുക. ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ ഒരേ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെക്കാളും മഹത്തായ ഒരു ശക്തിയിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അഥവാ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട് അഥവാ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഒരാൾക്ക് പറയാൻ കഴിയുമ്പോൾ അയാൾ ശരിയായ പാതയിലാണ് എന്ന ശക്തമായ ഉറപ്പ് ഞങ്ങൾ അയാൾക്ക് നൽകുന്നു. പേജ് നമ്പർ 46 മലയാളത്തിൽ ഞാൻ വായിച്ചത്. ഇനി പോയി ഞാനൊന്ന് എടുത്തേക്കാം. അപ്പം ഇപ്പോഴാണ് സ്റ്റെപ്പ് 3 ചെയ്യുക. ബീയിങ് കൺവിൻസ്ഡ് വി വെയർ അറ്റ് സ്റ്റെപ്പ് 3 പേജ് 60. അതായത് ഞാൻ കൺവിൻസ്ഡ് ആകുമ്പോൾ എന്താണ് ഞാൻ കൺവിൻസ്ഡ്, എന്താണ് ഞാൻ എന്നതിൽ വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഞാൻ മനസ്സിലാക്കുമ്പോൾ അത് പറയുന്നത് സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2 ഞാൻ മനസ്സിലാക്കുമ്പോഴാണ്. ഒന്ന്, ഞാൻ പവർലെസ്നെസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ജീവിതം അൺമാനേജബിൾ ആണെന്ന് മനസ്സിലാക്കി. എന്നേക്കാൾ ഒരു വലിയ ശക്തിക്ക് അല്ലെങ്കിൽ ഹയർ പവറിനാണ് എനിക്ക് അത് മാറ്റാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. ഞാനൊരു അല്ലെങ്കിൽ ഭ്രാന്തമായ ഒരു അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ സ്റ്റെപ്പ് 1, 2 ഞാൻ ഉറച്ചു കഴിഞ്ഞു. ഉടനെ തന്നെയാണ് സ്റ്റെപ്പ് 3 ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 3 പറയുന്ന ഭാഗം ഞാൻ ഓക്കെ. അപ്പം മലയാളത്തിൽ 62-ലാണ് പേജ് നമ്പർ കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3-ാമത്തെ പടിയിലായിരിക്കുന്നു. 62-ാമത്തിലെ 3-ാമത്തെ പാരഗ്രാഫ്. ഇപ്പോൾ നമ്മൾ 3-ാമത്തെ പടിയിലായിരിക്കുന്നു. തങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ശ്രദ്ധാവനോട് ഞങ്ങളിൽ പലരും പറഞ്ഞു, ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എന്നെ പ്രവർത്തിപ്പിക്കുന്നതിനും എന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിനും വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വാർത്ഥന്റെ കെട്ടുപാടിൽ നിന്ന് എനിക്ക് മോചനം തരിക. അങ്ങനെയായാൽ അങ്ങയുടെ ഇംഗിതം ഞാൻ കൂടുതൽ ഭംഗിയായി നിറവേറ്റും. എന്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക. അങ്ങനെയായാൽ അങ്ങയുടെ ശക്തിയും സ്നേഹവും അങ്ങയുടെ ജീവിത മാർഗദർശനവും മൂലം എനിക്ക് സഹായിക്കാൻ കഴിയുന്നവർ ഞാൻ പ്രയാസങ്ങളിൽ വിജയം കൈവരിക്കുന്നതിന് സാക്ഷ്യം വഹിക്കും. ഞാൻ എപ്പോഴും അങ്ങയുടെ ആഗ്രഹം നിർവഹിക്കാൻ ഇടവരട്ടെ. ഈ പടി ജീവിതത്തിൽ പകർത്തുന്നതിന് മുമ്പും ഞങ്ങൾ ഇതിന് സത്യമായിരുന്നുവെന്നും ഞങ്ങൾക്ക് ഒടുവിലെല്ലാം സ്വയം അദ്ദേഹത്തിൽ ഉപേക്ഷിക്കുവാൻ കഴിയുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുവരുത്തി. അടുത്തത് സ്റ്റെപ്പ് 4 എപ്പോഴാണ്? സ്റ്റെപ്പ് 63. 63ലേക്ക് ഒന്ന് പോകാം. പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോയത് ഊർജ്ജസ്വലമായ പ്രവൃത്തിന്മേൽ ഊന്നിയാണ്. അതിന്റെ ആദ്യത്തെപ്പടി ഞങ്ങളിൽ അധികം പേര് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലാത്ത വ്യക്തിപരമായ ഒരു വീട് വൃത്തിയാക്കൽ പ്രക്രിയയായിരുന്നു. ഞങ്ങളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളെ സ്വയം ഉപേക്ഷിക്കാനും നേരിടുവാനുമുള്ള ശക്തമായ ശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനം എത്ര പ്രധാനവും നിർണായകവുമായിരുന്നെങ്കിലും അവയ്ക്ക് സ്ഥായിയായ ഒരു ഫലമുണ്ടാകുമായിരുന്നില്ല. ഞങ്ങളുടെ മദ്യം ഒരു ലക്ഷണം മാത്രമായിരുന്നു. അതുകൊണ്ട് അവസ്ഥകളിലേക്കും കാരണങ്ങളിലേക്കും ഞങ്ങൾക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വ്യക്തിപരമായ കണ്ടെത്തൽ നടത്താൻ തുടങ്ങി. ഇത് 4-ാമത്തെ പടിയായിരുന്നു. പേജ് നമ്പർ 63 മലയാളം ബുക്ക് പേജ് നമ്പർ 63. അടുത്തത് എവിടെയാണ് നമ്മൾ സ്റ്റെപ്പ് 5 ചെയ്യുക? പേജ് നമ്പർ 75 75. മലയാളത്തിൽ അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഒന്ന് വായിക്കാം. 75 പറയുന്നത് പേജ് നമ്പർ 73 മലയാളം ബുക്കില്. ആരാണ് നമ്മുടെ കഥ കേൾക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ നാം പിന്നെ ഒട്ടും സമയം പാഴാക്കുന്നില്ല. വി വേസ്റ്റ് നോ ടൈം. നമ്മൾ സമയം പാഴാക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്റ്റെപ്പ് 1 90 days 1 year അല്ലെങ്കിൽ പിന്നെ മതി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. എത്രയും വേഗം നമ്മൾ ചെയ്യണം. അതായത് നമ്മൾ പവർലെസ്നെസ് സമ്മതിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ സ്റ്റെപ്പ് 2 ചെയ്യണം. അത് 2 കൺവീനിയൻസ് ആയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് 3 ചെയ്യണം. സ്റ്റെപ്പ് 4 ഒരു കഥ റോയിറ്റി പറയുന്നുണ്ട്. അതായത് ഒരു ഫാർമസിയുടെ മുമ്പിൽ നമ്മൾ മരുന്ന് മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഓരോരുത്തർ ക്യൂ നിൽക്കുന്നു.
ഞാൻ അവിടെയും ക്യൂ നിൽക്കുന്നു. ഞാൻ മരുന്ന് മേടിക്കുന്നു. മരുന്ന് മേടിക്കാനായിട്ട് ഫാർമസിക്കാരൻ നെക്സ്റ്റ് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പുറകിലുള്ളവരെ വിട്ടുകൊണ്ട് ഞാൻ ഇന്നൊരു ആത്മീയ പരിപാടിയിലാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ പരിശീലിക്കുകയാണെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ മറ്റുള്ളവരെ മുന്നോട്ട് കടത്തി വിട്ടുകൊണ്ട് ഞാൻ ബാക്കിലേക്ക് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഞാനും തീർച്ചയായും മരുന്ന് വാങ്ങാനായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഞാനാണ് നെക്സ്റ്റ് എങ്കിൽ ഞാൻ തീർച്ചയായും പോയി മരുന്ന് വാങ്ങണം. സ്റ്റെപ്പ് 5 അദ്ദേഹം നമ്മൾ സമയം പാഴാക്കുന്നില്ല. സ്റ്റെപ്പ് 5 എത്രയും വേഗം ചെയ്യണം. നമ്മൾ തീരുമാനിക്കണം. നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾക്കിനി ആളുകളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പാർക്കിൽ പോകൂ. ഇനി അയാളൊരു ബധിരനാണ്, അല്ലെങ്കിൽ ചെവി കേൾക്കാൻ പറ്റില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അയാളോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരു പഴമക്കാരനെ അല്ലെങ്കിൽ കണ്ടുപിടിക്കൂ. നമ്മളോട് സംസാരിക്കാൻ ആരാണോ തയ്യാറുള്ളത് അയാളോട് പറയുക. അയാൾക്കോ നിങ്ങൾക്കോ ഒരു തരത്തിലുള്ള ഹാനി ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഇനി പവർലെസ്നെസ്സിനെ പറ്റി അദ്ദേഹം കുറച്ച് പറയുന്നതിന് ശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് പോകാം. ഞാൻ 28ാമത്തെ വയസ്സിൽ എത്തിയപ്പോൾ തകർന്നവനായിരുന്നു. എന്റെ ജോലികൾ നഷ്ടപ്പെട്ടിരുന്നു. ഹൃദയം തകർന്നിരുന്നു. എന്റെ ബാങ്ക് അക്കൗണ്ടിൽ വെറും $3 മാത്രമേ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഉറങ്ങിയത് എന്റെ ഗ്രാൻഡ് മദറിന്റെ കൗച്ചിലാണ്. മീറ്റിംഗിൽ എത്തിയപ്പോൾ ഞാൻ കണ്ടത് ക്ലീൻ ഷേവ് ചെയ്ത, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ, കണ്ണുകളിൽ പ്രകാശമുള്ള, ആത്മാർത്ഥമായി ചിരിക്കുന്ന ഒരുപാട് ആളുകൾ. അവൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് നിനക്കും വേണമെങ്കിൽ സ്റ്റെപ്പ് ചെയ്യൂ. എങ്ങനെയാണ് നീ പവർലെസ്നെസ് ആണ് എന്ന് പറയുക? ഞാൻ പലപ്പോഴും തിങ്കളാഴ്ച രാവിലെ എണീക്കുമ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കും. അപരിചിതമായ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങും. ഛർദിയും മൂത്രവും കൊണ്ട് മൂടിയിരിക്കും. ഞാൻ അന്ന് പറയും, ഞാൻ നിർത്തി, ഇനി മുതൽ ഞാൻ കുടിക്കില്ല. ചിലപ്പോൾ രാവിലെ 11 മണിക്ക് എണീക്കും. ചിലപ്പോൾ വ്യാഴാഴ്ചകൾ വരെ ഉറക്കം നീണ്ടുപോകും. ഞാൻ 1000 പ്രാവശ്യം പ്രതിജ്ഞയെടുത്തു, രണ്ടാമത്തെ പെഗ്ഗിൽ കൂടുതൽ കഴിക്കില്ലെന്ന്. അതൊരിക്കലും സംഭവിച്ചില്ല. ഞാൻ 1, 2, 3 പെഗ്ഗുകളൊക്കെ ചില സ്ഥലങ്ങളിൽ പോയി കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ കൺട്രോൾ പോയിരിക്കും. പേജ് നമ്പർ 44 ബിഗ് ബുക്കിൽ അതിന് ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട്. മലയാളം ഞാൻ വായിക്കാം. മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ സത്യസന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾക്കത് പൂർണ്ണമായി സാധിക്കാതെ വരുമ്പോഴോ, കുടിക്കുന്ന അളവിന്റെ കാര്യത്തിൽ ഒട്ടും നിയന്ത്രണമില്ലാതിരിക്കുമ്പോഴോ നിങ്ങൾ മിക്കവാറും ഒരു അമിത മദ്യപാന രോഗിയാണ്. മദ്യപാന രോഗിയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പാരഗ്രാഫാണത്. പവർലെസ്നെസ് അംഗീകരിക്കാനുള്ള പാരഗ്രാഫാണത്. ഞാൻ ഇനി ഓരോ പേജിലേക്ക് പോവാണ്. സ്റ്റെപ്പ് 1, we admitted we were powerless over alcohol. Powerless over alcohol, that our lives had become unmanageable. മദ്യത്തിന്റെ മുന്നിൽ ശക്തിയെ സംബന്ധിച്ച് എന്റെ ജീവിതം അനിയന്ത്രണമായി പോയി. When can I take step 1? എപ്പോഴാണ് ഞാൻ സ്റ്റെപ്പ് 1 എടുക്കേണ്ടത്? പേജ് നമ്പർ 58 അതിനെപ്പറ്റി പറയുന്നുണ്ട്. പേജ് നമ്പർ 58. If you have decided you want what we have and be willing to go to any length to get it, then you are ready to take certain steps. ഞാൻ അതൊന്ന് മലയാളത്തിൽ വായിക്കാം. പേജ് നമ്പർ 58. ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകാനും നിങ്ങൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ എങ്കിൽ നിങ്ങൾ ചില നടപടികൾ എടുക്കാൻ തയ്യാറുള്ളവരാകണം. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എപ്പോഴാണ് ഞാൻ സ്റ്റെപ്പ് 1 എടുക്കേണ്ടത്. എനിക്ക് മറ്റ് പഴമക്കാരായ ആളുകൾക്കുള്ള അല്ലെങ്കിൽ മറ്റ് അംഗങ്ങൾക്കുള്ള ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ആഗ്രഹമുണ്ടെങ്കിൽ ചില നടപടികൾ അല്ലെങ്കിൽ 12 പടികൾ എടുക്കാൻ തയ്യാറാകണം. ഹൗ ഡു ഐ നോ വെദർ ഐ ആം പവർലെസ്? എവിടെയാണ് ഞാൻ പവർലെസ് അല്ലെങ്കിൽ ശക്തിഹീനത അംഗീകരിക്കുന്നത്? അത് പേജ് നമ്പർ 44 ഇംഗ്ലീഷ് ബുക്കില്. മലയാളത്തിൽ ഞാൻ നോക്കാം.
അത് നമ്മൾ ആദ്യം വായിച്ചതാണ്. മദ്യത്തിന് മുന്നിൽ നിന്ന് മുക്തി നേടാൻ സത്യസന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾക്കത് പൂർണ്ണമായി സാധിക്കാതെ വരുമ്പോഴോ, കുടിക്കുന്ന അളവിന്റെ കാര്യത്തിൽ ഒട്ടും നിയന്ത്രണമില്ലാതിരിക്കുമ്പോഴോ നിങ്ങൾ മിക്കവാറും ഒരു അമിത മദ്യപാന രോഗിയാണ്. വേർ ക്യാൻ ഐ ഫൈൻഡ് എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ആൽക്കഹോളിക്? ഒരു ആൽക്കഹോളിക്കിനെ കുറിച്ചുള്ള ഒരു വിവരണം എവിടെയാണ് നമുക്ക് കിട്ടുക? ഞാൻ പേജ് നമ്പർ 108 പോവുകയാണ്. അപ്പൊ അവിടെ നമ്മൾ ആൽക്കഹോളിക്കിന്റെ എന്താണ് ഒരു ഇത് കാണുന്നുണ്ട്. 108 പേജ് പറയുന്നത്. ഇംഗ്ലീഷ് മലയാളം ബുക്കിൽ 109 അത് പേജ്. അതിന്റെ 1 108 പറയുന്നത് 1 മേ ബി ഓൺലി എ ഹെവി ഡ്രിങ്കർ ബിക്കേം ടു ആൽക്കഹോൾ ആഫ്റ്റർ എ വൈൽ. ഞാനത് വായിക്കാം. നിങ്ങളുടെ ഭർത്താവ് ഒരു മുഴുകൂട്ടുകയായിരിക്കാം. അയാളുടെ കൂടി സ്ഥിരമായിട്ടുള്ളതും അഥവാ ചില സന്ദർഭങ്ങളിൽ മാത്രം കൂടുതൽ തോതിലുള്ളതുമായിരിക്കാം. ഒരുപക്ഷെ അയാൾ മദ്യത്തിന് വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുന്നു. അത് അയാളെ മാനസികമായും ശാരീരികമായും തളർത്തുന്നുണ്ടാവാമെങ്കിലും അത് അയാൾ കാണുന്നില്ലായിരിക്കാം. ചിലപ്പോഴൊക്കെ നിങ്ങൾക്കും അയാളുടെ സുഹൃത്തുക്കൾക്കും ഒരു സഹികേടിന്റെ ഉറവിടമായി അയാൾ മാറിയിട്ടുണ്ടാകാം. മദ്യം തനിക്ക് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിലും മദ്യം തനിക്ക് യാതൊരു വിധത്തിലുള്ള ദ്രോഹം ഉണ്ടാകുന്നില്ല എന്നതിലും തന്റെ ബിസിനസിന്റെ കാര്യങ്ങൾക്കും മദ്യം ഒഴിച്ചുകൂടാത്തതാണ് എന്ന നിലപാടിലും അയാൾ ദൃഢമായ അഭിപ്രായം വെച്ചു പുലർത്തുന്നു. ഒരു അമിത മദ്യപാന രോഗി എന്ന് വിളിച്ചാൽ അത് അയാളെ അവഹേളിക്കുന്നതിന് തുല്യമായി അയാൾ കണക്കാക്കുന്നു. ഈ ലോകം മുഴുവൻ അയാളെ പോലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞതാണ്. അവരിൽ ചിലർ അളവ് നിയന്ത്രിക്കുന്നു, വേറെ ചിലർ മൊത്തത്തിൽ നിർത്തുന്നു, അതുമല്ലാത്തവർ ഒട്ടും നിർത്താതെയും ഇരിക്കുന്നു. കുടി തുറന്നുകൊണ്ടേ ഇരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകൾ വളരെ വൈകാതെ യഥാർത്ഥത്തിലുള്ള അമിത മദ്യപാന രോഗിയായി മാറുന്നു. അതാണ് അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ. എന്റെ ഫോണിൽ നിന്നാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ എന്നെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് തോന്നുന്നു. സ്ക്രീൻ കാണാലോ അല്ലെ? ഇപ്പോ പേജ് നമ്പർ ഓക്കെ, പേജ് നമ്പർ 109 അടുത്തത്. അപ്പൊ 1, 2, 3, 4 നമ്മളിപ്പോ പോകുന്നത് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരവാദിത്തത്തിലേക്കാണ്. വേർ ക്യാൻ ഐ ഫൈൻഡ് എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ആൽക്കഹോളിക്? ഒന്ന് ഞാൻ വായിച്ചു കഴിഞ്ഞു. അടുത്തത് 2 ആണ്. ഷോയിങ് ലാക്ക് ഓഫ് കൺട്രോൾ, ഹി വാണ്ട്സ് ടു സ്റ്റോപ്പ്. അപ്പൊ അത് ഞാൻ നോക്കാം. രണ്ടാമത് അത് 1, 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മലയാളം ബുക്കിലുണ്ട് 109, 110 പേജുകളിൽ. അപ്പൊ രണ്ടാമത്തെ നിങ്ങളുടെ ഭർത്താവ് നിയന്ത്രണമില്ലായ്മ കാണിക്കുന്നു. കാരണം അയാൾക്ക് അങ്ങനെ വേണമെന്ന് തോന്നുമ്പോൾ പോലും മദ്യം കഴിക്കാതെ ജീവിക്കാൻ കഴിയുന്നില്ല. കുടിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായും പിടിവിട്ട അവസ്ഥയിൽ അയാൾ എത്തിച്ചേരുന്നു. അത് ശരിയാണെന്ന് അയാൾ സമ്മതിക്കുന്നു. പക്ഷെ കുറെ കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് അയാൾ ഉറപ്പിച്ചു പറയുന്നു. കുടിയിൽ നിന്നും പാടെ വിട്ടുനിന്നുകൊണ്ട് നിയന്ത്രിതമായ തോതിൽ മദ്യം കഴിച്ചുകൊണ്ടും ചില രീതിയിൽ നിങ്ങളുടെ സഹകരണത്തോടു കൂടിയോ അല്ലാതെയോ അയാൾ അതിനെ ശ്രമിക്കാൻ തുടങ്ങുന്നു. അയാളുടെ കൂട്ടുകാരെ അയാൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകാം. എങ്ങനെയോ അയാളുടെ ബിസിനസ് മോശമായ രീതിയിൽ എത്തിയിട്ടുണ്ടാകാം. ചിലപ്പോഴൊക്കെ അയാൾ ദുഃഖാകുലനാകുന്നു. മറ്റാളുകളെ പോലെ കുടിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ അയാൾ ബോധവാനായി തീരുന്നു. അയാളുടെ പിരിമുറുക്കം തടഞ്ഞു നിർത്തുന്നതിനായി ചിലപ്പോൾ അയാൾ രാവിലെ മദ്യപിക്കുകയും പകൽ മുഴുവൻ അത് തുടരുകയും ചെയ്യുന്നു. കണ്ടമാനം കുടിച്ചു കൂത്താടിയതിനു ശേഷം അയാൾ സങ്കടപ്പെടുകയും കുടി നിർത്തണമെന്ന് നിങ്ങളോട് പറയുകയും ചെയ്യുന്നു. പക്ഷെ ആ ഘട്ടം വിട്ടുകഴിയുമ്പോൾ എങ്ങനെ തനിക്ക് അടുത്ത തവണ നിയന്ത്രിച്ച് മദ്യപിക്കാൻ കഴിയുമെന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കുവാൻ തുടങ്ങുന്നു. ഈ മനുഷ്യൻ അപകടത്തിലാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ഒരു യഥാർത്ഥ ആൽക്കഹോളിക്കിന്റെ പ്രധാന ലക്ഷണങ്ങളാണിവ. അയാൾക്ക് അയാളുടെ ബിസിനസ് കാര്യങ്ങളിൽ ഇപ്പോഴും നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോകാം. അയാൾ ഒരു രീതിയിലും എല്ലാം നശിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്കിടയിൽ പറയാറുള്ളത് പോലെ കുടി നിർത്തണമെന്ന് ആഗ്രഹിക്കലാണ് അയാൾക്ക് വേണ്ടത്. അടുത്ത ഡിസ്കഷനിലേക്ക് പോവാം. അതായത് 3, അതായത് പേജ് നമ്പർ 109 തന്നെ. ഗോൺ മച്ച് ഫർദർ യു ക്യാൻ ബി ക്വൈറ്റ് ഹോപ്പ്ഫുൾ ഓഫ് എ സൊല്യൂഷൻ ലൈക്ക് ദിസ്. മൂന്നാമത്തെ ആൽക്കഹോളിനെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. മൂന്നാമത്തെ, ഈ തരത്തിൽപ്പെട്ട ഭർത്താക്കന്മാർ രണ്ടാം തരത്തിൽ പറഞ്ഞിരിക്കുന്ന ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. ഒരിക്കൽ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരെ പോലെ ആയിരുന്നുവെങ്കിലും ഇയാൾ കൂടുതൽ മോശപ്പെട്ട നിലയിലെത്തിയിരിക്കുന്നു. അയാളുടെ കൂട്ടുകാർ അയാളിൽ നിന്ന് തെന്നി മാറിയിട്ടുണ്ട്. അയാളുടെ വീടാകെ ഒരു നാശത്തിന്റെ വക്കിലാണ്. അയാൾക്ക് യാതൊരുവിധ ജോലിയും ഏറ്റെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. ഒരുപക്ഷെ ഡോക്ടർമാരുടെ സഹായം തേടിയിട്ടുണ്ടാകാം.
ദാരുണമായ ചികിത്സാലയങ്ങളിൽ ചുറ്റിനടക്കലും ആശുപത്രികളിൽ അഭയം പ്രാപിക്കലും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ പോലെ കുടിക്കാൻ കഴിയില്ലെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇനിയും മറ്റുള്ളവരെ പോലെ കുടിക്കാൻ ഒരു വഴി കണ്ടെത്താമെന്ന മിഥ്യാധാരണയിൽ അയാൾ കുടിച്ചു തുടങ്ങുന്നു. എങ്ങനെയെങ്കിലും കുടി നിർത്തണം, പക്ഷെ അതിന് പറ്റുന്നില്ല എന്ന നിലയിൽ അയാൾ എത്തിച്ചേർന്നിട്ടുണ്ടാകാം. അയാളുടെ കാര്യം ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അവയ്ക്കൊക്കെ ഉത്തരം നൽകാൻ ഞങ്ങൾ ശ്രമിക്കാം. ഇതേ സാഹചര്യത്തിൽ പെടുമ്പോൾ വളരെ പ്രതീക്ഷകൾ പുലർത്താൻ അത് സഹായിക്കും. അടുത്ത ഡിസ്കഷനിലേക്ക് പോകാം. നാലാമത്തെ ഡിസ്കഷൻ പേജ് നമ്പർ 110 മലയാളം ബുക്കിൽ 111. നാലാമത്തെ, പരിപൂർണമായും നിരാശപ്പെടുന്ന തരത്തിലുള്ള ഒരു ഭർത്താവായിരിക്കാം നിങ്ങൾക്കുള്ളത്. ഇടപെടവില്ലാതെ പല പല സ്ഥലങ്ങളിൽ അയാളെ കൊണ്ടുചെന്ന് കിടത്തിയിട്ടുണ്ടാകാം. അയാൾ അക്രമാസക്തനെ കാണപ്പെടുകയോ അല്ലെങ്കിൽ കുടിച്ചു കഴിയുമ്പോൾ തീർച്ചയായും ഭ്രാന്തനെ പോലെ മറ്റുള്ളവരുടെ മുന്നിൽ പെരുമാറുകയോ ചെയ്തേക്കാം. ചിലപ്പോഴൊക്കെ അയാൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെ കുടിക്കുന്നു. ചിലപ്പോഴൊക്കെ അയാൾക്ക് അതിഭീകരമായ മാനസിക വിഭ്രാന്തികൾ ഉണ്ടാകുന്നു. ഡോക്ടർമാർ സഹികെട്ട മട്ടിൽ തല കുലുക്കുകയും അയാളെ ഏതെങ്കിലും മദ്യപാന രോഗികളെ മാത്രം പാർപ്പിക്കുന്ന ഇടങ്ങളിലുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതിന് മുമ്പേ തന്നെ അയാളെ നിങ്ങളിൽ നിന്നും എങ്ങോട്ടെങ്കിലും അകറ്റി നിർത്താൻ നിങ്ങൾ നിർബന്ധിതയായിട്ടുണ്ടാകും. ഈ ചിന്ത അത് കാണപ്പെടുന്ന പോലെ അത്രമേൽ ഇരുണ്ടതായിരിക്കണമെന്നില്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ പലരും ഇതിനേക്കാളും ഒക്കെ കടന്ന അവസ്ഥയിലായിരുന്നു. എന്നിട്ടും അവർ സുഖം പ്രാപിച്ചു. അപ്പൊ മൂന്നാമത് നമ്മൾ ആൽക്കഹോളിക്കിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ കണ്ടു. അടുത്ത നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഹാവ് യു ട്രൈഡ് എനി ഓഫ് ദീസ് മെത്തേഡ്സ് ഓഫ് കൺട്രോൾ ടു സ്റ്റോപ്പ് യുവർ ഡ്രിങ്കിങ്? അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ താഴെ പറയുന്ന രീതിയിലുള്ള കുടിനിർത്തൽ പ്രക്രിയയിലേക്ക് കടന്നിട്ടുണ്ടോ? പേജ് നമ്പർ 31 ആണ് ഇംഗ്ലീഷ് ബുക്കില്. ഞാൻ ഒന്നെടുക്കട്ടെ കേട്ടോ. നമ്മുടെ മലയാളം ബുക്കില് പേജ് നമ്പർ 30. ഞങ്ങൾ പരീക്ഷിച്ചു നോക്കിയ ചില രീതികൾ താഴെ പറയും പ്രകാരമാണ്. ബിയർ മാത്രം കുടിക്കുക, കുടിയുടെ എണ്ണം കുറയ്ക്കുക, ഒരിക്കലും ഒറ്റയ്ക്ക് കുടിക്കാതിരിക്കുക, രാവിലെ ഒരിക്കലും കുടിക്കാതിരിക്കുക, വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക, ജോലി സമയങ്ങളിൽ ഒരിക്കലും കുടിക്കാതിരിക്കുക, പാർട്ടികളിൽ സംബന്ധിക്കുമ്പോൾ മാത്രം കുടിക്കുക, സ്കോച്ചിന് പകരം ബ്രാൻഡി ആക്കുക, നല്ല വൈൻ മാത്രം കുടിക്കുക, ജോലി സമയത്ത് കുടിച്ച് ഉന്മാത്തനായാൽ രാജിവെക്കാമെന്ന് സമ്മതിക്കുക, യാത്ര പോകാതിരിക്കുക, ഒരിക്കലും കുടിക്കുകയില്ലെന്ന പ്രതിജ്ഞ സത്യം ചെയ്തുകൊണ്ടോ അല്ലാതെയോ എടുക്കുക, കൂടുതൽ ശാരീരിക വ്യായാമം ചെയ്യുക, പ്രചോദനം തരുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുക, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ പോകുക, സ്വയമേ ചികിത്സാലയങ്ങളിലേക്ക് പോകുവാൻ സന്നദ്ധത കാട്ടുക എന്ന് വേണ്ട അപാരതയിലേക്ക് നീട്ടിക്കൊണ്ടു പോകാനുള്ള പട്ടിക ഞങ്ങൾക്കുണ്ടാകാം. ഇവിടെ നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകളൊക്കെ ചേർക്കാവുന്നതാണ്. അതായത് കള്ളിന് പകരം കഞ്ചാവോ അല്ലെങ്കിൽ കൊക്കൈനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ഏത് നമ്മൾക്ക് അനുയോജ്യമായതായാലും നമുക്ക് അവിടെ ചേർക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അഞ്ചാമത്തെ ചോദ്യമാണ്, ഈസ് ദെയർ എനി അതർ മെത്തേഡ്സ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് യു ക്യാൻ സ്റ്റോപ്പ് ഓർ കൺട്രോൾ യുവർ ഡ്രിങ്കിങ്? നമുക്ക് മറ്റേതെങ്കിലും മെത്തേഡുകൾ, ഏതെങ്കിലും മാർഗങ്ങളുണ്ടോ നമ്മുടെ കുടി നിയന്ത്രിച്ച് കുടിക്കാനുള്ളതിന്? അത് നമുക്ക് പേജ് നമ്പർ 33 പറയുന്ന ആദ്യത്തെ ഭാഗത്തേക്ക് പോകാം. പേജ് നമ്പർ 33. Here are some of the other methods list ad infinitum. അപ്പോൾ അത് ഞാൻ വായിക്കാം. 31. ഞങ്ങൾ ആരെയും അമിത മദ്യപാന രോഗിയെന്ന് മുദ്ര കുത്തുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ തന്നെ രോഗനിർണയം നടത്താൻ പറ്റും. അടുത്തുള്ള മദ്യഷാപ്പിലേക്ക് കയറുക, എന്നിട്ട് നിയന്ത്രിച്ചു കുടിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ വീണ്ടും പെട്ടെന്ന് തന്നെ നിർത്താൻ ശ്രമിക്കൂ. ഒന്നിലധികം തവണ ഇതിനെ ശ്രമിക്കൂ. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ വൈകേണ്ടി വരില്ല. നിങ്ങളുടെ യഥാർത്ഥ സ്ഥിതിയെ കുറിച്ച് പൂർണ്ണമായ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എത്ര മോശപ്പെട്ട പരിഭ്രാന്തിയും ഫലപ്രദമായ ഒന്നാണ്. തെളിയിക്കാൻ വഴിയൊന്നുമില്ലെങ്കിലും തുടക്കത്തിലെ തന്നെ ശ്രമിച്ചിരുന്നുവെങ്കിൽ കുടി നിർത്താമായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇനിയും ധാരാളം സമയം മുന്നിലുള്ള അക്കാലത്ത് തന്നെ കുടി നിർത്തണമെന്ന ആഗ്രഹം അമിത മദ്യപാന രോഗികളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോ അത് നമ്മൾ വായിച്ചു. ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ഈസ് ദെയർ എനി അതർ മെത്തേഡ്സ് ടു ഫൈൻഡ് ഔട്ട് യു ക്യാൻ സ്റ്റോപ്പ് ഓർ കൺട്രോൾ യുവർ ഡ്രിങ്കിങ്?
ഓക്കെ, കുടി നിർത്താനോ മറ്റ് ഏതെങ്കിലും മാർഗം ഉണ്ടോ എന്ന്. പേജ് നമ്പർ 33. ഞങ്ങൾ ആരെയും മദ്യപാന രോഗി എന്ന് മുദ്ര കുത്തുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ രോഗം അത് നമ്മൾ വായിച്ചാണല്ലോ അല്ലേ? ഓക്കെ. 33 കഴിഞ്ഞ് 34. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇഫ് എനിവൺ ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദം വിത്തിൻ എ ഫ്യൂ വീക്സ്. അത് പേജ് നമ്പർ 31 നമ്മുടെ മലയാളം ബുക്കിൽ കിടക്കുന്നത്. നിങ്ങളുടെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അത്ര മോശപ്പെട്ട പരിഭ്രാന്തിയും ഫലപ്രദമായ ഒന്നാണ്. തെളിയിക്കാൻ വഴിയൊന്നുമില്ലെങ്കിലും തുടക്കത്തിൽ തന്നെ ശ്രമിച്ചിരുന്നുവെങ്കിൽ കുടി നിർത്താമായിരുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇനിയും ധാരാളം സമയം മുന്നിലുള്ള ആ കാലത്ത് തന്നെ കുടി നിർത്തണമെന്ന ആഗ്രഹം അമിത മദ്യപാന രോഗികളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. 31, 32. യു ക്യാൻ ക്വിക്കലി ഡയഗ്നോസ് യുവർസെൽഫ് ഹോണസ്റ്റ് വിത്ത് യുവർസെൽഫ് അബൌട്ട് ഇറ്റ്. നമ്മളത് വായിച്ചു തന്നെയാണ്. നമ്മൾ ഒന്നുകൂടി വായിക്കണമെങ്കിൽ വായിക്കാന്ന് പറഞ്ഞു. ഞാൻ 31. അതായത് മദ്യപാന രോഗിയെ സാധാരണ നിലയിലുള്ള കുടിയനാക്കി മാറ്റുന്ന എന്തെങ്കിലും കാര്യമോ മരുന്നോ ഇല്ലെന്ന് ഈ രോഗത്തെപ്പറ്റി കൂടുതൽ അറിവുള്ള ഡോക്ടർമാർ സമ്മതിക്കുന്നു. ഭാവിയിൽ ഒരു പക്ഷെ ശാസ്ത്രം എന്തെങ്കിലും ഇതിനൊരു പോംവഴി കണ്ടുപിടിച്ചേക്കാം. എന്നാൽ ഇതുവരെ ശാസ്ത്രത്തിന് അത് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ റോയിറ്റി മെൻഷൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ 1935 മുതൽ 2021 വരെ നമുക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെയും. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ പോലും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൂടാതെ ഡോക്ടർമാരാണ് ഇത് പറയുന്നത്, അല്ല പറയുന്നത്. മദ്യപാന രോഗിയെ സാധാരണ നിലയിലുള്ള കുടിയനാക്കി മാറ്റുന്ന എന്തെങ്കിലും കാര്യമോ മരുന്നോ ഇല്ലെന്ന് ഈ രോഗത്തെപ്പറ്റി കൂടുതൽ അറിവുള്ള ഡോക്ടർമാർ സമ്മതിക്കുന്നു. അത് മലയാളം ബുക്കിൽ പേജ് നമ്പർ 30. ഇനി അടുത്തത് 6. വൈ ഹാവ് ദീസ് മെത്തേഡ്സ് ടു സ്റ്റോപ്പ് ഓർ കൺട്രോൾ ഡ്രിങ്കിങ് ഫെയിൽഡ്? എന്തുകൊണ്ടാണ് ഇത്തരം മാർഗങ്ങൾ ഫെയിലാവുന്നത്? അതിന് ഡോക്ടറുടെ അഭിപ്രായത്തിലാണ് അത് കിടക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ 6-ാമത്തെ ഭാഗമായിട്ട് വായിക്കുന്നത്. 6. ഓക്കെ, ഞാൻ വായിക്കണം. പല വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ വിശ്വസിക്കുന്നതും അഭിപ്രായപ്പെട്ടതുമായ ഒരു കാര്യമുണ്ട്. അതായത് ഈ മദ്യപാന രോഗികൾ മദ്യത്തിന്റെ പ്രവർത്തനം ഒരുതരം ശാരീരികമായ അലർജിയുടെ രൂപത്തിലാണ്. മദ്യത്തോടുള്ള ആർത്തി ഇത്തരക്കാരിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ. മറ്റു സാധാരണ മദ്യപാനികളിൽ ഈ അവസ്ഥ ഉണ്ടാവുകയില്ല. ഇങ്ങനെ അലർജി ഉള്ളവർക്ക് ഒരിക്കലും സുരക്ഷിതമായ ഏതൊരു തരത്തിലുള്ള മദ്യവും കുടിക്കുവാൻ കഴിയില്ല. ഒരിക്കൽ ഈ ശീലം രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അത് മറികടക്കാൻ പറ്റാതെ വരുന്നു. എന്ന് മാത്രമല്ല അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മനുഷ്യ സഹജമായ കാര്യങ്ങളിലൊന്നും ഊന്നൽ നൽകാതെ അവരുടെ പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടുകയും അവ പരിഹരിക്കാൻ അവിശ്വസനീയമായ തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു. നമുക്കതിനകത്ത് മനസ്സിലാക്കാം, മദ്യത്തോടുള്ള ആർത്തി നമ്മളിൽ വർദ്ധിപ്പിക്കുന്നു. മറ്റു സാധാരണ മദ്യപാനികളുടെ ഈ അവസ്ഥ ശാരീരികമായ ഒരു അലർജിയായിട്ട് മാറുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ 1-2 ഉദാഹരണമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ഫിഷ് അലർജിയാണ്. പക്ഷെ അവരുടെ ഫിഷ് അനോണിമസിന് പോകുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേറൊരു ഗ്രാൻഡ്മയ്ക്ക് ബീൻസ് അലർജിയാണ്. പക്ഷെ അവർ ബീൻസ് അനോണിമസിന് പോകുന്നില്ല. പക്ഷെ മദ്യാസക്തൻ ആൽക്കഹോളിസ്റ്റ് അനോണിമസിന് പോയേ പറ്റൂ എന്ന് അദ്ദേഹം ഇവിടെ സമയത്ത് പറയുകയുണ്ടായി. അടുത്ത ഭാഗത്തേക്ക് പോകാം. വാട്ട് ഈസ് ദ മെഡിക്കൽ സൊല്യൂഷൻ? നമ്മൾ പറഞ്ഞ ബി വെളിയുടെ സജഷന് ഇനി മറ്റോ ഏതൊരു തരത്തിലുള്ള മറ്റ് സാധാരണ മദ്യങ്ങളുടെ അവസ്ഥ ഉണ്ടാകില്ല. ഏതൊരു തരത്തിലുള്ള മദ്യവും കഴിക്കാൻ സാധ്യമല്ല. അത് നമ്മളെ പേജ് നമ്പർ പറയുന്നുണ്ട്. അത് ഡോക്ടറുടെ അഭിപ്രായം, മലയാളം XXI അങ്ങനെയാണ്. 21 പേജ് നമ്പർ 21. ഓക്കെ, അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം. വാട്ട് ഈസ് ദ മെഡിക്കൽ സൊല്യൂഷൻ? എന്താണ് ഇതിന് വൈദ്യശാസ്ത്രമായ പരിഹാരം? പേജ് നമ്പർ 30. ഓക്കെ, ഇവർക്കും ഇവരെ പോലുള്ള ധാരാളം പേർക്കും പൊതുവായ ഒരു ലക്ഷണമുണ്ട്. ആർത്തി എന്ന പ്രതിഭാസമില്ലാതെ അവർക്ക് കുടി തുടങ്ങാൻ സാധ്യമല്ല. ഞങ്ങൾ പറയുന്ന ഈ പ്രതിഭാസം ഒരുപക്ഷെ മദ്യത്തോടുള്ള ശാരീരികമായ അലർജിയുടെ രൂപത്തിലാകാം. ഇതാകട്ടെ അവരെ തരംതിരിച്ച് ഒരു പ്രത്യേക തരം സൃഷ്ടികളായി മാറ്റി നിർത്തുന്നു. ഈ ആർത്തിയെ ഞങ്ങൾക്കറിയാവുന്ന ഏതു തരത്തിലുള്ള ചികിത്സാ രീതി കൊണ്ടും ഒരിക്കലും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. പൂർണ്ണമായും കുടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കുവാനുള്ള ഏക പരിഹാരം. വാട്ട് ഈസ് ദ മെഡിക്കൽ സൊല്യൂഷൻ? അടുത്തത് പേജ് 31 ഫിസിഷ്യൻസ് പുവർ നോക്കാം.
നമ്മൾ ആദ്യം വായിച്ചു തന്നെയാണ്. അതായത് മദ്യപാന രോഗിയെ സാധാരണ നിലയിലുള്ള കുടിയനാക്കി മാറ്റുന്ന ഏതെങ്കിലും കാര്യമോ മരുന്നോ ഇല്ലെന്ന് ഈ രോഗത്തെപ്പറ്റി കൂടുതൽ അറിവുള്ള ഡോക്ടർമാർ സമ്മതിക്കുന്നു. ഭാവിയിൽ ഒരുപക്ഷെ ശാസ്ത്രം എന്നെങ്കിലും ഇതിനൊരു പോംവഴി കണ്ടുപിടിച്ചേക്കാം. എന്നാൽ ഇന്ന് വരെ ശാസ്ത്രത്തിന് അത് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തതിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് അബൌട്ട് വിൽ പവർ? ക്യാൻ ഐ യൂസ് ദാറ്റ് ടു കൺട്രോൾ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്? എന്താണ് നമ്മുടെ വിൽ പവർ? അത് നമുക്ക് നമ്മുടെ കുടിയെ നിയന്ത്രിക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ നിർത്താൻ സഹായിക്കുമെന്നു. പേജ് നമ്പർ 24 പറയാം. അങ്ങോട്ട് പോകാം. ഞാൻ വായിക്കണം. വല്ലപ്പോഴുമൊക്കെ അയാൾ സത്യം പറഞ്ഞിരിക്കാം. വിചിത്രമെന്നേ പറയുന്നുണ്ടു. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ കുടി കുടിച്ചെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതിൽ കൂടുതൽ അയാൾക്കും അറിയില്ലെന്നാണ് വാസ്തവം. ചില മദ്യപാനാസക്തർക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും തൃപ്തികരമായ ന്യായീകരണങ്ങൾ പറയാനുണ്ടാകാം. എന്നാൽ ഹൃദയത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് അവ കുടിച്ചതെന്ന് അയാൾക്കറിയില്ല. ഈ രോഗം ശരിക്ക് ബാധിച്ചു കഴിഞ്ഞാൽ മദ്യപാനാസക്തർ തികച്ചും കബളിക്കപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും ഈ അവസ്ഥ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള വ്യാമോഹത്തിലാണ് അവർ കഴിയുക. അതോടൊപ്പം നാശത്തോട് അടുക്കുകയില്ലേ എന്നവർ സന്ദേഹിക്കുകയും ചെയ്യുന്നു. So what do I keep drinking after the doctor has given me this information? Where is the main problem? എവിടെയാണ് അതിന്റെ മെയിൻ പ്രോബ്ലം? അതിന്റെ പ്രോബ്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു മദ്യപാനാസക്തന്റെ പ്രധാന പ്രശ്നം ശാരീരികം എന്നതിലുപരി മാനസികമാണ്. പേജ് നമ്പർ 23 മലയാളത്തിൽ പറയാം. അടുത്തത് 10. What does my mind make me things to do? There is an obsession that they will beat the game. 23. അത് വേണ്ടു, അത് തന്നെയാണ് വരുന്നത്. വല്ലപ്പോഴുമൊക്കെ അയാൾ സത്യം പറഞ്ഞിരിക്കും. വിചിത്രമെന്നേ പറയേണ്ടു. എന്തുകൊണ്ടാണ് അയാൾ ആദ്യത്തെ കുടി കുടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതിൽ കൂടുതൽ അയാൾക്കും അറിയില്ല എന്നാണ് വാസ്തവം. ചില മദ്യപാനാസക്തർക്ക് കുറച്ചു കാലത്തെങ്കിലും തൃപ്തികരമായ ന്യായീകരണങ്ങൾ പറയാനുണ്ടാകും. എന്നാൽ ഹൃദയത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് അവർ കുടിക്കുന്നതെന്ന് അവർക്കറിയില്ല. ഈ രോഗം ശരിക്കും ബാധിച്ചു കഴിഞ്ഞാൽ മദ്യപാനാസക്തർ തികച്ചും കബളിക്കപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും ഈ അവസ്ഥ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള വ്യാമോഹത്തിലാണ് അവർ കഴിയുക. അതോടൊപ്പം നാശത്തിലേക്ക് അടുക്കുകയുള്ളൂ എന്ന് അദ്ദേഹം സന്ദേഹിക്കുകയും ചെയ്യുന്നു. Okay. So why do we keep doctors information? Where the main problem? നമ്മളത് കണ്ടു. What does my mind make me things to do? അതിന്റെ 23 തന്നെയാണ്. അത് എനിക്ക് മനസ്സിലാവുന്നത് 23 തന്നെയാണ്. പേജ് നമ്പർ 23 വല്ലപ്പോഴുമൊക്കെ അയാൾ സത്യം പറഞ്ഞിരിക്കും. അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചാണ്. പിന്നെ 23 there is obsession that they will be the game. അത് രണ്ടും നമ്മൾ വായിച്ചു. 24 if these thoughts suffer ourselves other people. ഓക്കെ. സ്വന്തം ഇച്ഛാശക്തി ഉപയോഗിച്ച് കുടി നിർത്താമായിരുന്ന സമയത്തിന് ശേഷവും വളരെ വർഷക്കാലം മദ്യപിച്ചുകൊണ്ടിരുന്നുവെന്ന് കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യമാവുന്നു. ആരെങ്കിലും ഈ അപകട മേഖലയിൽ എത്തിയോ എന്ന സംശയം വരികയാണെങ്കിൽ അയാൾ ഒരു വർഷത്തേക്ക് മദ്യപാനം തീരെ ഉപേക്ഷിക്കാൻ ശ്രമിക്കട്ടെ. അയാൾ ഗുരുതരാവസ്ഥയിലെത്തിയ യഥാർത്ഥ മദ്യപാനത്തിനാണെങ്കിൽ വിജയസാധ്യത വളരെ വിരളമാണ്. എന്നേക്കുമായി കുടി നടത്തണമെന്ന ആഗ്രഹവും ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾക്ക് അസാധ്യമാണെന്ന് ഞങ്ങൾ കണ്ടു. അടുത്തത് നമ്മളിപ്പോ പേജ് നമ്പർ 30 കഴിഞ്ഞു. What is so important about this mental state? Page number 35. The mental state that precedes the crux of the problem. Page number 35. Okay. അതുകൊണ്ട് മദ്യപാനത്തിലേക്ക് വീണ്ടും വഴുതി വീഴുന്നതിന് മുമ്പായി മദ്യപാനാസക്തി ഉണ്ടാകുന്ന മാനസിക അവസ്ഥകളെ പറ്റി ഞങ്ങൾ വിവരിക്കാം. എന്തുകൊണ്ടെന്നാൽ പ്രകടമായും പ്രശ്നത്തിന്റെ കാതൽ ഇത് തന്നെയാണ്. അടുത്ത പേജിലേക്ക് പോവാണ്. അടുത്ത പേജില് ചോദ്യം ഇതാണ്. വാട്ട് കോസ് ദിസ് മെന്റൽ സ്റ്റേറ്റ് ഓഫ് അൺമാനേജബിലിറ്റി? അതായത് മെന്റൽ, ഇമോഷണൽ, ഫിനാൻഷ്യൽ, അതായത് നമ്മുടെ മാനസിക പരമായ അനിയന്ത്രിതാവസ്ഥ, അതായത് മാനസികമായിട്ടുള്ളതും വികാരപരമായിട്ടുള്ളതും സാമ്പത്തികപരമായിട്ടുള്ളതൊക്കെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ്? പേജ് നമ്പർ 52 പറയുന്നുണ്ട്. മലയാളം ബുക്കിൽ നിന്ന് ഞാനത് വായിക്കാം. ഓക്കെ. 12 52. വ്യക്തിബന്ധങ്ങളിൽ നമ്മുടെ മലയാളം ബുക്കിൽ 51
വ്യക്തിബന്ധങ്ങളിൽ ഞങ്ങൾക്ക് കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈകാരികാവസ്ഥകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കഷ്ടപ്പാടിനും വിഷാദത്തിനും ഇരയായവരായിരുന്നു. ഞങ്ങൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ജീവിതത്തിൽ വ്യർത്ഥതാബോധമുണ്ടായിരുന്നു. ഞങ്ങൾ ആകെപ്പാടെ ഭയപ്പാടുള്ളവരായിരുന്നു. ഞങ്ങൾ അസന്തുഷ്ടരുള്ളവരായിരുന്നു. മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ സഹായം മരുളുന്നവരായി കാണപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറേ വി കുഡിൻ്റെ കൺട്രോൾ അവർ ഇമോഷണൽ എനർജി, വി വിയർ prey to misery of depression, we couldn't make a living, we had a feeling of uselessness, we were full of fear, we were unhappy, we couldn't seem to be of real help to other people. അതിൻ്റെ മലയാളമാണ് അത് ഞാൻ വായിച്ചത്. അടുത്തത്, വാട്ട് ഡസ് ദ അൺമാനേജബിലിറ്റി ഡു ടു മീ? അതായത് ദേ ആർ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ്. ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ. അത് ഡോക്ടർ അഭിപ്രായത്തിലാണ്. RID എന്നാണ് പറയുന്നത്. അതായത് റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ്. ഓക്കെ, ഓക്കെ. അത് ഇതിങ്ങനെയാണ് അത് പറയുന്നത്. പേജ് നമ്പർ XXX 22. കുറച്ച് പെഗുകൾ പെട്ടെന്ന് അകത്താക്കുമ്പോൾ ലഭിക്കുന്ന സ്വൈര്യവും സുഖവും വീണ്ടും അനുഭവിക്കാതെ വന്നാൽ അവർ അസ്വസ്ഥരും ചുണ്ടിക്കാരും അസംതൃപ്തരുമായിരുന്നു തീരുന്നു. അതാണ് അതിൻ്റെ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ഭാവം കിട്ടുന്നത്. ഓക്കെ, പേജ് നമ്പർ അത് വായിച്ചു കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് മൈ സൊല്യൂഷൻ ടു RID? അതായത് ഇങ്ങനെ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടന്റ് സൊല്യൂഷൻ എന്നാണെന്ന്. Unless they can again experience a sense of ease and comfort which comes to at once. അതിൻ്റെ മറ്റുള്ളവർ അപായരഹിതമായി കഴിക്കുന്ന പെഗുകൾ നിരവധി പേർക്ക് പറ്റുന്നതുപോലെ കഴിക്കാൻ അവർക്ക് പറ്റാതെ വരുന്നു. മദ്യപിക്കാൻ തുടങ്ങിയാൽ ആ ആഗ്രഹത്തിന് അവർ കീഴ്പ്പെട്ടു പോകും. മദ്യത്തോടുള്ള അത്യാസക്തി എന്ന പ്രതിഭാസം അവരെ രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ അവർ ഒരു മതിച്ചുല്ലസിക്കലിന്റെ വ്യഖ്യാതമായ അവസ്ഥകളിലേക്ക് കടന്നു പോകുന്നു. പരിതപിച്ചുകൊണ്ട് ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന ദൃഢപ്രതിജ്ഞയോടെ വീണ്ടും അവരെ കാണാനിടയാകുന്നു. ഇത് തുടരെ ആവർത്തിക്കപ്പെടുന്നു. പൂർണ്ണമായ ഒരു മാനസിക മാറ്റം ഇത്തരം ഒരാൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ അയാളുടെ രോഗശമനത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. പൂർണ്ണമായ ഒരു മാനസിക മാറ്റമാണ് നമുക്ക് വേണ്ടത്. ഇത്തരത്തിലേക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അയാളുടെ രോഗശമനത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. മാനസിക മാറ്റമാണ് ആവശ്യം. അടുത്ത പേജിലേക്ക് പോകാം. സൊല്യൂഷൻ കണ്ടു നമ്മൾ. ഹൗ ഓഫൺ വിൽ വി കീപ് ഡൂയിങ് ദിസ്? നമ്മൾ എത്ര നാളാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പേജ് നമ്പർ 30. എങ്ങാനും ഒന്നോ രണ്ടോ ഒക്കെ വ്യത്യാസപ്പെട്ടാലും നിങ്ങൾ അത് ഇതാകണ്ട. ഞാനത് മലയാളത്തിലേക്ക് ആക്കിയിട്ട് അയക്കാം. എനിക്ക് കുറച്ച് സമയം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ ഓക്കെ നമ്മളത് ആദ്യം വായിച്ചാണ്. ഞങ്ങൾ പരീക്ഷിച്ചു നോക്കിയ ചില രീതികൾ താഴെ പറയും വരെ വിവരിക്കുകയാണ്. ബിയർ മാത്രം കുടിക്കുക, കുടിയുടെ എണ്ണം കുറയ്ക്കുക, ഒരിക്കലും ഒറ്റയ്ക്ക് കുടിക്കാതിരിക്കുക, രാവിലെ ഒരിക്കലും കുടിക്കാതിരിക്കുക, വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക, ജോലി സമയങ്ങളിൽ ഒരിക്കലും കുടിക്കാതിരിക്കുക, പാർട്ടികളിൽ സംബന്ധിക്കുമ്പോൾ മാത്രം കുടിക്കുക, സ്പോർട്സിന് പകരം ബ്രാൻഡിയാക്കുക, നല്ല വൈൻ മാത്രം കുടിക്കുക, ജോലി സമയത്ത് കുടിച്ച് ഉന്മത്തനായി രാജിവെക്കാമെന്ന് സമ്മതിക്കുക, യാത്ര പോകാതിരിക്കുക, ഒരിക്കലും കുടിക്കില്ല എന്ന പ്രതിജ്ഞ സത്യം ചെയ്ത് അല്ലാതെ എടുക്കുക, കൂടുതൽ ശരീര വ്യായാമം ചെയ്യുക, പ്രചോദനം തരുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുക, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ പോകുക, സ്വയമേ ചികിത്സാലയങ്ങളിലേക്ക് പോകുവാൻ സന്നദ്ധത കാട്ടുക എന്ന് വേണ്ട അപാരതയിലേക്ക് നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള പട്ടിക ഞങ്ങൾക്കുണ്ടാകുക. നമ്മൾ ആദ്യം വായിച്ചാണ്. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. രണ്ടാമത് അത് നമ്മളൊന്ന് വായിച്ചു മാത്രം. ഇപ്പം 2-3 പേജും കൂടെ ഉള്ളൂ. അപ്പോൾ തീരും നമ്മൾ. 12-12:30 തീർക്കാൻ നോക്കാം. Therefore it is not surprising gates of insanity or death. അതായത് നമ്മൾ പറയുന്നില്ലേ, അതായത് 15-ന്റെ പേജ് നമ്പർ 30. Therefore it is not surprising gates of insanity or death. അത് ഒന്ന് വായിക്കാം കേട്ടോ. എന്തെങ്കിലും സാധാരണ മട്ടിൽ കുടിക്കാൻ പറ്റുമെന്ന മിഥ്യാധാരണ ചിന്തയെ പിന്തുടരുന്ന പ്രാന്തിന്റെയോ മരണത്തിന്റെയോ വക്കോളം എത്തുന്നു. അപ്പൊ ഹൗ ഓഫൺ വിൽ യു കീപ് ഡൂയിങ്? ഇതിങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. പ്രാന്തിന്റെയോ മരണത്തിന്റെയോ വക്കോളം എത്തുന്നു. അതുവരെ നമ്മളിത് തുടർന്നുകൊണ്ടിരിക്കും, നമ്മുടെ കൂട്ടി തുടർന്നുകൊണ്ടിരിക്കും. അതാണ് പേജ് നമ്പർ 30 പറഞ്ഞത്. ആദ്യം ഞാനത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുപെട്ടിരുന്നു. ആഫ്റ്റർ ദേ ഹാവ് നമ്മുടെ ലിറ്റിൽ ഹോപ്പ് ഓഫ് യുവർ സ്റ്റോറി. അത് നമ്മൾ 29 ഞാനൊന്ന് ഇതിൻ്റെ കഥയിലാണ്.
29. നമുക്കിനി 20 മിനിറ്റ് കൂടെ ഉള്ളൂ, അപ്പോഴത്തേക്ക് നമുക്ക് തീർക്കാൻ നോക്കാം. ഓക്കെ. ഇതിനാവശ്യമായത് ഏകദേശം ചില ലളിതമായ തത്വങ്ങൾ പാലിക്കുക എന്നാണ്. ആഫ്റ്റർ ദേ ഹാവ് സ്റ്റംബിൾഡ് ലിറ്റ് ഹോപ്പ് ഓഫ് ദിസ് സ്റ്റോറി. എല്ലാതിൻ്റെ പാവം, സോറി, അത് മാറിപ്പോയി. ഓക്കെ. അതായത് നമ്മളിപ്പോൾ വായിച്ചു, പരിധിപ്പിച്ചുകൊണ്ട് ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് ദൃഢപ്പിച്ചു വീണ്ടും അവരെ കാണാനിടയാണ്. ഇത് തുടരെ തുടരെ ആവർത്തിക്കപ്പെടുന്നു. പൂർണ്ണമായ ഒരു മാനസിക മാറ്റം ഇത്തരമാർക്ക് അനുഭവപ്പെടുന്നെങ്കിൽ അയാളുടെ രോഗശമന സാധ്യത വളരെ കുറവാണ്. നേരെ മറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ഇത് വിചിത്രമായി തോന്നിയേക്കാം. നമ്മൾ അവിടുന്ന് സ്കിപ്പ് ചെയ്യണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇസ് ദർ എനി ഹോപ്പ് ഫോർ മീ? ഓക്കെ. അപ്പം നമ്മളൊരു സിമ്പിൾ റൂൾസ്, എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിക്കുന്നത് സിമ്പിൾ റൂൾസ് പറയുന്നുണ്ട്. ആ റൂൾസ് ആണ് അടുത്ത് വായിക്കുന്നത്. സിമ്പിൾ റൂൾസ് ഇതാണ്. ഇതിനാവശ്യമായത് ഏകദേശം ചില ലളിതമായ തത്വങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ പടികൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അത് കഴിഞ്ഞു. അടുത്തിലേക്ക് പോകണം. 17. വാട്ട് ആർ ദീസ് റൂൾസ്? അത് പേജ് നമ്പർ 59, 60 സ്റ്റെപ്സ്. അത് ഞാൻ വായിക്കണമെന്ന് എനിക്ക് ഒരു ഇതില്ല. നമുക്ക് 12 പടികൾ നമുക്ക് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ഞാനത് ഒരു മിനിറ്റ്, എന്താണ് എന്നുള്ളത് നമ്മുടെ ഒരു ചർച്ചയുടെ ഭാഗമായതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ചേക്കാം. അതായത് നമ്മൾ പറയുന്ന അവർ പറഞ്ഞു നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനാണ് നമ്മുടെ പടികൾ. അത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ പടികളെ പറ്റി പറയുകയാണ്. 1, മദ്യത്തിന് മുന്നിൽ ശക്തിയെന്ന് ഞങ്ങൾ സംബന്ധിച്ചു. ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. 2, ഞങ്ങളെ സുബോധവാന്മാരാക്കാൻ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. 3, ഞങ്ങളുടെ ഇച്ഛകളും ജീവിതങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ തെറ്റുകൾ ദൈവത്തോടും സ്വന്തമായി അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെ ഞങ്ങളുടെ ധാർമ്മികമായിട്ട് വിലയിരുത്തി. 5, ഞങ്ങളുടെ തെറ്റുകൾ ദൈവത്തോടും സ്വന്തമായി വേർതിരിക്കണം ഞങ്ങൾ കൃത്യമായി ഏറ്റുപറഞ്ഞു. 6, ദൈവം ഞങ്ങളുടെ ഈ വക സ്വഭാവദോഷങ്ങൾ മാറ്റിത്തരുന്ന ഞങ്ങൾ പൂർണ്ണമായും തയ്യാറായി. 7, ഞങ്ങളുടെ അപാകതകൾ മാറ്റുവാനായി ദൈവത്തോട് വിനയപൂർവ്വം അപേക്ഷിച്ചു. 8, ഞങ്ങൾ ഉപദ്രവിച്ചിട്ട് എല്ലാവരും ഒരു പട്ടിക തയ്യാറാക്കി അവരുടെ എല്ലാം പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി. 9, പ്രത്യക്ഷപരമായി പരിഹാരം ചെയ്യുന്ന പോലെ ആർക്കും മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാകുന്ന സാഹചര്യം ഒഴിച്ച് ബാക്കിയുള്ളവരുടെ കഴിവിധം പരിഹാരം ചെയ്തു. 10, സ്വന്തമായി വിലയിരുത്തി തുറന്നു ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും ചെയ്തു. 11, പ്രാർത്ഥന, ധ്യാനം എന്നിവർ കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവമായി സമ്പർക്കം നഷ്ടമാക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ എന്തെന്നറിയുവാനും അത് നടത്തിക്കൊടുക്കാൻ വേണ്ടി ശക്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 12, ഈ നടപടിയിൽ നിന്ന് കിട്ടിയ ആത്മീയ പ്രചോദനത്തിന്റെ ഫലമായി ഈ സന്ദേശം മറ്റ് മദ്യപാനികൾക്ക് എത്തിക്കുവാനും ഈ തത്വങ്ങൾ ഞങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കാനും ശ്രമിക്കുന്നു. ഇതാണ് നമ്മുടെ ഡോക്ടറുടെ അഭിപ്രായത്തിൽ പറയുന്ന ചില നടപടികൾ നമ്മൾ എടുക്കാൻ തയ്യാറാകണമെന്ന് പറയുന്നത്. ഇതിനാവശ്യമായത് ഏകദേശം ചില ലളിതമായ തത്വങ്ങൾ പാലിക്കുക എന്നതാണ്. അപ്പൊ ഈ തത്വങ്ങൾ പാലിച്ചാലാണ് നമുക്ക് കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. അടുത്തത് നമ്മൾ 17-ലെത്തി. ഇനി 18. സോ ഇഫ് ഐ വാണ്ട് വാട്ട് യു ഹാവ്, വെൻ ഡു ഐ സ്റ്റാർട്ട് വിത്ത് ദ സ്റ്റെപ്പ്? നമ്മൾ എപ്പോഴാണ് സ്റ്റെപ്പ് ചെയ്യണത് ആഗ്രഹിക്കുക? ഇഫ് ഐ വാണ്ട് വാട്ട് യു ഹാവ്, നിങ്ങൾ ചെയ്യുന്ന പോലെ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സം പീപ്പിൾ സേ വി ഷുഡ് വെയിറ്റ് ഓർ വൈൽ സം ടൈം ബിഫോർ ഡൂയിങ് ദ സ്റ്റെപ്പ്. ഹൗ ലോങ് ഐ ഷുഡ് വെയിറ്റ്? ചില ആളുകൾ പിന്നീട് ചെയ്യാൻ വേണ്ടി കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുന്ന പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴാണ് ചെയ്യേണ്ടത്? അപ്പം അതിന് പറയുന്ന പേജ് നമ്പർ 95 അതിന് ഉത്തരവുണ്ട്. ആസ്ക് ഹിം ടു റീഡ് ദിസ് ബുക്ക്. അപ്പം ഞാൻ 95 നമ്മൾ മലയാളത്തിൽ എന്താ പറഞ്ഞേക്കണേ നോക്കാം. 95. അയാൾ ആത്മാർത്ഥമായി താല്പര്യമുള്ളവരും വീണ്ടും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം ഇടവേളകളിൽ വായിക്കുവാൻ അയാളോട് പറയുക. അപ്രകാരം ചെയ്തതിനു ശേഷം ഇനി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് അയാൾ തന്നെ തീരുമാനിക്കണം. അയാൾ നിങ്ങളാലോ അയാളുടെ സുഹൃത്തുക്കളാലോ ഭാര്യയാലോ തള്ളി ഇറക്കപ്പെടുകയോ ധൃതിപൂർവ്വം നിർബന്ധിക്കപ്പെടുകയോ ചെയ്യരുത്. അയാൾക്ക് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം. അപ്പൊ ഞാനത് മൊത്തം അങ്ങ് വായിച്ചെന്നുള്ളൂ. ഒരു പാരഗ്രാഫിലാണ് റോയിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ബിഗ് ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അതായത് ഈ ബുക്കിന്റെ ഈ പുസ്തകം ഇടവേളയിൽ വായിക്കുന്നത് അയാളോട് പറയുക. അന്ന് അപ്രകാരം ചെയ്തതിന് ശേഷം ഇനി മുന്നോട്ട് പോകണോ വേണ്ടതെന്ന് അയാൾക്ക് തന്നെ തീരുമാനിക്കാം. അയാളുടെ തീരുമാനമാണ്. അപ്പോൾ പടികൾ എപ്പോഴാണ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരാളുടെ തീരുമാനമാണ്. പക്ഷെ ബിഗ് ബുക്ക് പറയുന്നത് ഏറ്റവും ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ്. നമ്മൾ ഇത്തരം ചർച്ചകളിലെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ പെട്ടെന്ന് തന്നെ പവർലെസ്നെസ്സും ഇത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ചെയ്യുക. നമ്മളെ പടികൾ ഉടനെ തന്നെ ചെയ്യണമെന്നാണ്.
അപ്പോൾ ഡേ 1 മുതൽ ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഇത്തരം ആശയങ്ങളിൽ നിന്ന് നമുക്ക് പിടുത്തം കിട്ടുക. ഹൗ ഡു ഐ ടേക്ക് ദ സ്റ്റെപ്പ് 1? എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് 1 പേജ് നമ്പർ 30 പറയുന്നുണ്ട്. ഓക്കെ, ഞാനത് വായിക്കട്ടോ. ഒരു ഗ്ലാസ് ബിയർ കുടിച്ചാൽ പോലും ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്ത് തീർച്ചയുണ്ടെങ്കിൽ പോലും കൂടിയിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ തക്കവണ്ണം ശക്തമായ അവയൊന്നും മനസ്സിലേക്ക് വരാറില്ല. ഈ ചിന്ത മനസ്സിലുദിച്ചാൽ തന്നെ അവ്യക്തമായിരിക്കും. മാത്രമല്ല അവയെ പുറന്തള്ളിക്കൊണ്ടും ഈ തവണ ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ കൈകാര്യം ചെയ്യുമെന്ന പഴകിയ ജീർണിച്ച ചിന്ത കടന്നുവരും. ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു സ്റ്റവിൽ തുടരണമെന്ന് തോന്നിയതോടെ തന്നെ അതിനെതിരായ മാനസിക പ്രതിരോധം കൊണ്ട് അത്തരമൊരു പ്രതിരോധം ഇവിടെ ഉണ്ടാകുന്നേയില്ല. എനിക്ക് മിക്സപ്പ് ആയിപ്പോയി. ഞാനത് പേജ് നമ്പർ 30 എനിക്ക് കിട്ടുന്നില്ല. എവിടെയാണ് മലയാളത്തിലുള്ളതെന്ന്. ഓക്കെ, ഇതോടുകൂടി ഞാൻ ഈ പേജ് നമ്മുടെ കഴിഞ്ഞു. ഞാൻ ഇതിന്റെ മലയാളം കറക്റ്റ് ആക്കിയിട്ട് PDF ആക്കിയിട്ട് അയക്കുന്നതാണ്. കാരണം അവസാനത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാനിപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ച് കാണുന്നില്ല. ഓക്കെ, അതായത് ഈ ഭാഗമാണ്. അതായത് വി ലേൺഡ് ദാറ്റ് വി ഹാഡ് ടു ഫുള്ളി കൺസിഡർ ടു അവർ innermost selves that we were alcoholic. This is the first step in recovery. The delusion that we were like other people or presently maybe has to be smashed. പേജ് നമ്പർ 30. മോർ അബൌട്ട് ആൽക്കഹോളിസം, അതായത് മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ. അതായത് എന്നെങ്കിലും ഒരു ദിവസം, അതായത് 30ന്റെ ആൻസർ ആട്ടോ പറയുന്നത്. അതായത് നമ്മൾ 18ന്റെ 30 ആൻസർ. എന്നെങ്കിലും ഒരു ദിവസം എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാമെന്നും മദ്യപാനം ആസ്വദിക്കാമെന്നുള്ള ധാരണ ഓരോ അസാധാരണ മദ്യപാനിയുടെ ചിരചിന്തന ചിന്തയാണ്. അമിത മദ്യപാനിയിൽ വിദ്യയുടെ വിടാപ്പിടുത്തം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. അനേകം പേർ എന്നെങ്കിലും സാധാരണ മട്ടിൽ കുടിക്കാൻ പറ്റുമെന്ന ഈ മിഥ്യമായ ചിന്തയെ പിന്തുടരുന്നു. ഭ്രാന്തിന്റെയോ മരണത്തിന്റെയോ വക്കോളം എത്തുന്നു. ഞങ്ങൾ മദ്യപാനാസക്തരാണെന്ന് ഞങ്ങളുടെ മനസ്സിന്റെ അഗാധതയിൽ പൂർണ്ണമായും സമ്മതിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇതാണ് രോഗവിമുക്തിയുടെ ആദ്യത്തെ ചുവടുവെപ്പ്. ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് ഇത് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് പറയുന്നത് വി ലേൺഡ് ദാറ്റ് വി ഹാഡ് ടു ഫുള്ളി കൺസിഡർ ടു അവർ innermost selves that we were alcoholics. This is the first step in recovery. അതാണ് ആദ്യത്തെ പടി. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ആദ്യത്തെ ചുവടുവെപ്പ് എന്നാണ്. ഇംഗ്ലീഷ് ബുക്ക് പറയുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ റിക്കവറി. അപ്പോൾ നമ്മൾ ആദ്യത്തെ പടി നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി.